നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 4, 2026. NSEയിൽ എന്തൊക്കെയാണ് നടന്നത്? നിഫ്റ്റിയും സെൻസെക്സും എങ്ങനെയാണ് ക്ലോസ് ചെയ്തത്? സെക്ടർ വൈസ് പെർഫോമൻസ് എന്തൊക്കെയാണ്? ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സ് ആരൊക്കെയാണ്? FII DI ഡാറ്റ എന്ത് പറയുന്നു? അതുപോലെ തന്നെ ഓപ്ഷൻസ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ഏതൊക്കെയാണ്? ഇന്ത്യ വിക്സ്, INR റേറ്റ്, ക്രൂഡ് ഓയിൽ, ഗോൾഡ് പ്രൈസ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം കവർ ചെയ്യുന്ന പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പം തന്നെ നാളത്തേക്കുള്ള മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ കൂടി നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം പ്രധാന ഇൻഡിസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റി 50യിൽ 25,776 എന്ന പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. ഏകദേശം 48 പോയിന്റിൻ്റെ ഒരു ചെറിയ ലാഭത്തോടു കൂടിയാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചത്. സെൻസെക്സിലാകട്ടെ 83,817, ഇവിടെയും ഒരു മൈൽഡ് പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് തന്നെയാണ് സംഭവിച്ചത്. ബാങ്ക് നിഫ്റ്റി പക്ഷേ കുറച്ചുകൂടി സ്ട്രെങ്ത് കാണിച്ചു. 60,000 മുകളിൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷാണോ ബെയറിഷാണോ എന്നതിന് ഇൻഡിസസ് മാത്രം നോക്കിയാൽ മതിയാവില്ല, മാർക്കറ്റ് ബ്രെഡ്ത്ത് കൂടി നമ്മൾ നോക്കേണ്ടി വരും. ഇന്ന് NSEയിൽ നടന്ന അഡ്വാൻസ് ഡിക്ലൈൻ ഡാറ്റയാണ്. അഡ്വാൻസിങ് സ്റ്റോക്സ് ആണ് കൂടുതൽ, ഡിക്ലൈനിങ് സ്റ്റോക്സ്, അതായത് പ്രൈസ് കൂടുന്ന ഷെയറുകളുടെ എണ്ണമാണ് കൂടുതലുണ്ടായിരുന്നത്. പ്രൈസ് കുറയുന്ന ഷെയറുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അതുപോലെ തന്നെ ഒരു മാറ്റവുമില്ലാത്ത സ്റ്റോക്കുകളും വളരെ കുറവായിരുന്നു. പ്രധാനമായിട്ടും ഒരു സെക്ടർ മാത്രം ഇന്ന് മാർക്കറ്റിനെ വലിയ തോതിൽ താഴേക്ക് വലിച്ചിടാനായിട്ട് ശ്രമിച്ചു. അത് ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. യെസ്, ഇന്ന് മാർക്കറ്റിലെ ബിഗ്ഗസ്റ്റ് നെഗറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് IT സെക്ടർ ആയിരുന്നു. ഏകദേശം IT ഇൻഡെക്സ് 6% വരെ ഫോൾ ചെയ്ത കാഴ്ചയാണെന്ന് കണ്ടത്. ഇൻഫോസിസ്, TCS, HCL ടെക് മഹീന്ദ്ര, ഓൾമോസ്റ്റ് എല്ലാ ഹെവി സെല്ലിംഗ് പ്രഷർ നേരിടുന്ന ഒരവസ്ഥയാണെന്ന് കണ്ടത്. ഓട്ടോ സെക്ടർ, മെറ്റൽ സെക്ടർ, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, PSU ബാങ്ക്സ്, ഇവയൊക്കെ സപ്പോർട്ടീവായിട്ടും സ്ട്രെങ്തായിട്ടും കാണുന്ന ഒരു കാഴ്ചയാണെന്നുണ്ടായത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയുന്നത് ബജാജ് ഓട്ടോ, ഐഷർ മോട്ടോഴ്സ്, ഹീറോ മോട്ടോകോപ്പ്, കുമിൻസ് ഇന്ത്യ, HDFC AMC. ഓട്ടോ ആൻഡ് ഇൻഡസ്ട്രിയൽ സ്റ്റോക്കിൽ വലിയ തോതിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്ന് കാണാനായിട്ട് സാധിച്ചിരുന്നു. ടോപ്പ് ലൂസേഴ്സിൽ ഇൻഫോസിസ്, TCS, HCL ടെക് മഹീന്ദ്ര. IT സ്റ്റോക്സിൽ ഡിപ്പ് ബയേഴ്സ് കയറുന്നുണ്ടോ അല്ലെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നാളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ത്യ വിക്സ് 12-13 എന്ന് പറയുന്ന റേഞ്ചിലാണ് ഇന്നും നിലനിന്നത്. ഇന്ത്യ വിക്സ് കുറഞ്ഞു നിൽക്കുന്നത് പൊതുവെ മാർക്കറ്റിൻ്റെ ശാന്തതയെ കാണിക്കുന്നു. പെട്ടെന്ന് വലിയ സ്പൈക്കുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണത് പറയുന്നത്. എന്നാൽ അതേസമയം പെട്ടെന്നൊരു സപ്പോർട്ട് ബ്രേക്ക് സംഭവിച്ചാൽ വിക്സ് വളരെ പെട്ടെന്ന് തന്നെ സ്പൈക്കാകും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ മാർക്കറ്റ്, ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കാം മാർക്കറ്റാണ്, കൺസോളിഡേഷൻ മാർക്കറ്റാണ് എന്ന് വെച്ച് അതൊരു സേഫ് മാർക്കറ്റാണ് എന്നർത്ഥമില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഉടനെ ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് USD INR അറൗണ്ട് 90.5 ആണ്. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് റുപ്പി ഇന്ന് കാണപ്പെട്ടത്. അതുതന്നെ IT എക്സ്പോർട്ട് കമ്പനികൾക്ക് പോസിറ്റീവാണ്. അതേസമയം ഇമ്പോർട്ട് ഹെവി സെക്ടേഴ്സിനൊക്കെ അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നൽകുക. ക്രൂഡ് ഓയിൽ കമ്പാരിറ്റീവ്ലി സ്റ്റേബിളായിട്ട് പോകുന്നു. അറൗണ്ട് $67-68 പെർ ബാരൽ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. FII DI ഡാറ്റ നോക്കിയാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്, അഥവാ ഒരു ചെറിയ നേരിയ ബൈയിങ് ഇന്ന് കണ്ടു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും ക്ലിയർ ബയേഴ്സാണ്. നമുക്കറിയാം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് വലിയ തോതിൽ മുകളിലേക്ക് കയറുക. DIs എപ്പോഴും നമ്മുടെ മാർക്കറ്റിനെ ശക്തിപ്പെടുത്താനായിട്ട് നിൽക്കുന്നവരാണ്. അവരെ കൊണ്ട് പറ്റാവുന്ന സമയങ്ങളിലെല്ലാം ബൈ ചെയ്ത് നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴാണോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കൂടി നമ്മുടെ മാർക്കറ്റിൽ കളിക്കാനായിട്ട് ഇറങ്ങുന്നത് ബൈ സൈഡിൽ, അപ്പോൾ മാർക്കറ്റ് വലിയൊരു കുതിപ്പിന് കാരണമാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്
സാധിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെൽ സൈഡിലാണ്. അപ്പോഴൊക്കെ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയത് DIIs തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ FIIയുടെ ബിഗ് ബൈയിങ് ഒന്നും ഇല്ലെങ്കിൽ പോലും മാർക്കറ്റ് വലിയ തോതിൽ ക്രാഷ് ആകാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് DII ഈ രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇനി ഓപ്ഷൻ മാർക്കറ്റുമായി കണക്ട് ചെയ്തിട്ട് അതിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ലെവലുകളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഹെവി ആയിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 25,500, 25,300 എന്നീ സ്ട്രൈക്കുകളിലാണ്. ഇത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യും. കോൾ സൈഡിലാവട്ടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഹെവി ആയിട്ടുള്ളത് 25,900, 26,000 ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാനായിട്ടാണ് സാധ്യത. PCR പൊതുവെ ന്യൂട്രൽ ടു സ്ലൈറ്റ്ലി ബെയറിഷ് എന്ന് പറയാവുന്ന അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ ഒരു ക്ലിയർലി റേഞ്ച് ബൗണ്ടിലൂടെയാണ് ഇന്നത്തെ മാർക്കറ്റ് കടന്നുപോയത്. ഇനി നിഫ്റ്റിയുടെ സപ്പോർട്ട് നമ്മൾ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ 25,500 ഒരു നല്ല സപ്പോർട്ടുണ്ട്, 25,300 അതിനേക്കാൾ മികച്ചൊരു സപ്പോർട്ടുണ്ട്. 25,300 ബ്രേക്ക് ചെയ്താൽ അവിടെ നമുക്ക് സെല്ലിംഗ് പ്രഷർ ശക്തമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 25,300, 25,500 ശക്തമായ സപ്പോർട്ടുകളാണ്. 25,300 ബ്രേക്ക് ചെയ്താൽ അതിശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ കാണാനായിട്ട് സാധിക്കും. റെസിസ്റ്റൻസിലാവട്ടെ 25,900 റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വരുന്നത്. ഇമ്മീഡിയറ്റ് ഹഡിൽ 26,000 ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്. 26,000 മുകളിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ട് ഒരു ഷോർട്ട് കവറിംഗ് റാലി കാണും. അത് മാർക്കറ്റിനെ കുറച്ചുകൂടി വേഗത്തിൽ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചേക്കും. ഇനി നാളെ ഇന്നത്തെ റേഞ്ച് ബൗണ്ട് തുടരാനുള്ള സാധ്യത ചെറുതല്ല. IT സെക്ടറിൽ ഇന്ന് കണ്ട ആ വോളറ്റിലിറ്റി നാളെയും കണ്ടിന്യൂ ചെയ്തേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ വരുമ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ കുറേ കൂടി ശ്രദ്ധ വേണം. കാരണം ഫേക്ക് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്കൗട്ടോ സപ്പോർട്ട് ബ്രേക്കൗട്ടോ ഈ ദിവസങ്ങളിൽ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതലൊന്നും ഇനി നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല. പാനിക്കാവേണ്ട കാര്യമില്ല. പക്ഷേ ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമുള്ള ഒരു സമയമാണ്. തീർച്ചയായും ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ. ഹാപ്പി ട്രേഡിംഗ്. ട്രേഡ് സേഫ്. താങ്ക് യു വെരി മച്ച്.